നമസ്കാരം. റേക്കി ശാക്തേ ഒരു ധ്യാന രീതിയെക്കുറിച്ചാണെന്ന് നാം പരിചയപ്പെടുന്നത്. റേക്കിയിലെ ആദ്യത്തെ പോയിൻ്റ്, റേക്കി സാധകരെല്ലാവരും ചെയ്യുന്നത് കണ്ണുകളിലാണ്. ഇരു കണ്ണുകളിലും കൈകളിങ്ങനെ വെച്ചിട്ടാണ് റേക്കി ചെയ്യുന്നത്. ഈ ഇരു കൈകളും നമ്മൾ മൃദുലമായി ഒരു തൂവൽ കൊണ്ടെന്ന പോലെ കൃഷ്ണമണികളെ സ്പർശിക്കുകയാണെങ്കിൽ കുറേ സമയം, ഒരു 40 സെക്കൻഡ് നമ്മൾ അതേ രീതിയിൽ തന്നെ കൃഷ്ണമണിയെ സ്പർശിച്ചുകൊണ്ട് മർദ്ദമൊട്ടും കൊടുക്കാതെ തന്നെ, ബലമൊട്ടും കൊടുക്കാതെ തന്നെ ഒരു തൂവൽ കൊണ്ടെന്ന പോലെ സ്പർശിക്കുകയാണെങ്കിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആദ്യമായി അതിൽ സംഭവിക്കുന്ന ഒരു പ്രക്രിയ മൂന്നാം കണ്ണ് തുറക്കാനുള്ള ഒരു എളുപ്പവഴി ആയി അത് പരിലസിക്കും എന്നുള്ളതാണ്. കണ്ണുകളിങ്ങനെ വച്ചിട്ട് കൃഷ്ണമണികളെ സ്പർശിച്ച് 40 സെക്കൻഡ് ഇങ്ങനെ വച്ച് റേക്കിയോടുകൂടി നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ ഈ കണ്ണിൽ എന്തെങ്കിലും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അത് പ്രതികരിക്കും. അതുപോലെ ഈ കൈയുടെ സ്പർശം ഇരു കണ്ണുകളും പ്രതികരിക്കുകയും അവസാനം ആ സ്പർശം കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തോന്നിത്തുടങ്ങുമ്പോൾ ഈ കണ്ണ് പിൻവാങ്ങും. അങ്ങനെ പിൻവാങ്ങിക്കഴിയുമ്പോൾ ആ സമയത്ത് സംജാതമാകുന്നത്, ആ പിൻവാങ്ങപ്പെടുന്ന ഊർജം മൂന്നാം കണ്ണിലേക്കാണ് ചെന്ന് മുട്ടുന്നത്. ഈ രണ്ട് കണ്ണുകൾക്ക്, അടഞ്ഞ കണ്ണുകൾക്ക് ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു തോന്നൽ ഉദിക്കുന്ന നിമിഷത്തിൽ തന്നെ ഈ ഊർജം മൂന്നാം കണ്ണിനെ തുറക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ മൂന്നാം കണ്ണ് തുറക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരാൾക്ക് എത്തിച്ചേരാൻ ഇരു കൈവെള്ളകളും തൂവൽ കൊണ്ടെന്ന പോലെ കണ്ണുകളിൽ വച്ചു കഴിഞ്ഞാൽ 40 സെക്കൻഡ് വച്ചു കഴിയുമ്പോൾ മൂന്നാം കണ്ണ് തുറക്കപ്പെടും. മൂന്നാം കണ്ണ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിനിയൽ ഗ്ലാൻഡാണ് ഓപ്പണിംഗ് ആകുന്നത്. അതുവഴി ഫിസിക്കൽ ബോഡിയിൽ ദ്രുതഗതിയിൽ ഹോർമോണുകൾ സെക്രേറ്റ് ചെയ്ത് രോഗങ്ങൾ പെട്ടെന്ന് സുഖപ്പെടുത്താൻ ശരീരം ബയോളജിക്കൽ നാച്ചുറൽ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിലേക്ക് നയിക്കാൻ ഇടയാകും. അപ്പോൾ ഈ ധ്യാനം ചെയ്യേണ്ടത്, നമ്മൾ രണ്ട് കൈവെള്ളകളും അടഞ്ഞ കണ്ണുകൾക്ക് മുകളിൽ വെച്ച് തൊടാൻ അനുവദിക്കുക. എന്നാൽ യാതൊരു മർദ്ദവും കൂടാതെ ഒരു തൂവൽ കൊണ്ടെന്ന പോലെ അമർത്തുക ആണെങ്കിൽ കാര്യം മുഴുവനും നഷ്ടമാകുന്നു. ഉദ്ദേശം തന്നെ നഷ്ടമാകുന്നു. അല്പം നീക്കുപോക്കുകൾ ആവശ്യമായി വന്നേക്കാം. കൃഷ്ണമണിയെ സ്പർശിക്കുന്ന നിമിഷത്തിൽ തന്നെ കണ്ണ് ഊർജം കൊണ്ടുള്ള ഒരു അന്വേഷണം അവിടെ സംജാതമാക്കി ഈ രണ്ട് കണ്ണുകൾക്കും ഇടയിലുണ്ടാകുന്ന ആ സ്പർശം അസഹനീയമല്ലാതായി ആ ഊർജം നേരെ പിൻവാങ്ങി മൂന്നാം കണ്ണിലേക്ക് ചെന്ന് തറയ്ക്കുകയും ഈ രണ്ട് കണ്ണുകൾക്കും ഒത്ത നടുവിലായിട്ടുള്ള മൂന്നാം കണ്ണ്, ജ്ഞാന കണ്ണ് അഥവാ പ്രജ്ഞാചക്ഷു കണ്ണുകളിൽ നിന്ന് പിൻവാങ്ങുന്ന ഊർജം മൂന്നാം കണ്ണിൽ ചെന്ന് മുട്ടുന്നു. തത്സമയം മൂന്നാം കണ്ണിൽ നിന്ന് ഊർജത്തിൻ്റെ ഒരു പ്രവാഹധാര നമ്മളുടെ അനാഹത ചക്രത്തിലേക്ക്, ഹൃദയത്തിലേക്ക് വീണുകൊണ്ടേയിരിക്കും. മുതിർന്നു വീഴുന്ന ഒരവസ്ഥ സംജാതമാവുകയും ചെയ്യും. അങ്ങനെ ഹൃദയം തുറക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആകാശത്ത് പൊങ്ങിക്കിടക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമൊക്കെ ആയിരിക്കും അന്നേരം തോന്നുന്നത്. മൂന്നാം കണ്ണിൽ നിന്ന് ഊർജം ഹൃദയത്തിന് മേൽ ചെന്ന് വീഴുന്നു. അത് ഭൗതികമായ ഒരു പ്രക്രിയയാണ്. അത് ക്രമേണ വന്നു വീഴുമ്പോൾ ലാഘവപൂർണമായ ഒരു അനുഭൂതി
ഹൃദയത്തിലേക്ക് കടക്കുന്നത് അനുഭവപ്പെടുകയും ഹൃദയം അതിൻ്റെ സ്പന്ദനവും ശ്വാസോച്ഛ്വാസവും മന്ദഗതിയിലാകും. അങ്ങനെ ശരീരമാകെ അയവുള്ളതായി അനുഭവപ്പെടും. അപ്പോൾ ആൽഫ നിലയിലേക്ക് എത്തിച്ചേരുന്നതിന് അത് സാധകന് സഹായകരമായിട്ടുള്ള അവസ്ഥ ഈ പരിശീലനം 40 സെക്കൻഡ് കൈവെള്ളകൾ ഇരു കണ്ണുകളിലും വെച്ചുകൊണ്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സംജാതമാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഗാഢമായ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നില്ലെങ്കിൽ കൂടി ഇത് ശാരീരികമായി നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. പകൽ സമയത്ത് എപ്പോഴെങ്കിലും കസേരയിലിരിക്കുമ്പോഴോ, കസേര തന്നെ വേണമെന്നില്ല, ഒരു യാത്രക്കിടയിൽ നിങ്ങൾക്ക് തീവണ്ടിയിലിരുന്നു കൊണ്ടാകാം ഈ കണ്ണുകൾ അടയ്ക്കുകയും ശരീരത്തിലാകമാനം ലാഘവത്വം അനുഭവപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും എന്നുള്ളതാണ്. എന്നിട്ട് 2 കൈവെള്ളകളും കണ്ണുകൾക്ക് മുകളിൽ വയ്ക്കുക, എന്നാൽ അമർത്തരുത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു നിർദ്ദേശം. ഒരു തൂവൽ കൊണ്ടെന്ന പോലെ മൃദുവായി സ്പർശിക്കുക മാത്രം ചെയ്യുകയാണ് വേണ്ടത്. അവർ സ്പർശിക്കുകയും അമർത്താതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ പെട്ടെന്ന് തന്നെ നിലയ്ക്കും. ചിന്തകൾ നിലയ്ക്കുമ്പോൾ സ്വസ്ഥമായ ഒരു മനസ്സിൽ ചിന്തകൾക്ക് ചലനശേഷി നഷ്ടപ്പെടും. അങ്ങനെ അവ മരവിച്ചു പോകും. ആ ചിന്തകളെല്ലാം നിശ്ചലമാകും. ഒരു നിശ്ചേഷ്ടമാരുതനെ പോലെ, അതായത് അനങ്ങാതിരിക്കുന്ന ഒരു കാറ്റ് പോലെ ആയി നിങ്ങൾ മാറിത്തീരും എന്നുള്ളതാണ്. അപ്പോൾ അവയ്ക്ക് ചലിക്കണമെങ്കിൽ ഉന്മാദവും ജ്വരവും പിരിമുറുക്കവും വേണം. ഈ കണ്ണുകൾക്ക് ഇങ്ങനെ ചലിക്കണമെങ്കിൽ ഉന്മാദവും പിരിമുറുക്കവും എന്തെങ്കിലും ഒരു അന്വേഷണാത്മകതയും ഉണ്ടായാൽ മാത്രമേ ഈ കണ്ണുകൾ അനങ്ങുകയുള്ളൂ. അപ്പോൾ കണ്ണുകൾ വിശ്രമിക്കുമ്പോൾ ഊർജം പുറകോട്ട് പോകുകയും ചിന്തകൾ നിലയ്ക്കുകയും ചെയ്യും. നിങ്ങൾക്ക് വ്യക്തമായും സുഖാനുഭൂതി ഉണ്ടാവുകയും അത് അനുദിനം കൂടുതൽ ഗാഢമായി തീരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് പകൽ പല പ്രാവശ്യം ആവർത്തിച്ച് ചെയ്യാൻ സാധിക്കും. നിമിഷ നേരത്തേക്ക് മാത്രമായാൽ പോലും സ്പർശനം ഗുണപ്രദമാണ്. ഇപ്പോൾ വായനയ്ക്ക് ശേഷമോ സുഖനിദ്രയോ സിനിമയോ TV കണ്ടതിന് ശേഷമോ സുഖനിദ്രയിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴോ കണ്ണുകൾ തളർന്നിരിക്കുന്നു എന്ന് തോന്നുമ്പോഴൊക്കെ കണ്ണുകൾക്ക് മേലെ അടയ്ക്കുകയും സ്പർശിക്കുകയും ചെയ്യുക. ഫലം ഉടനടി ഉണ്ടാകും. അതൊരു ഗ്ലോ കണ്ണുകളിൽ നമുക്ക് ഒരു വാട്ടറിങ് ഐസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. എന്നാൽ അതിനെ ഒരു ധ്യാനമായി വളർത്തി എടുക്കണമെങ്കിൽ ഒരു 40 നിമിഷമെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യണം. ധ്യാനമായിട്ട് ചെയ്യുമ്പോൾ ഒരു നിമിഷത്തേക്ക് തൂവൽ സ്പർശം ചെയ്യാൻ എളുപ്പമാണ്. എന്നാൽ 40 നിമിഷത്തേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നിത്തുടങ്ങും. അപ്പോഴേക്കുമാണ് ഈ എല്ലാ രീതിയിലുള്ള ഊർജങ്ങളും ഈ 3-ാം കണ്ണിനെ ചെന്ന് തട്ടി ഉണർത്തുകയുള്ളൂ. പലപ്പോഴും ഈ കാര്യം മറന്നുപോകും, ബലമായി അമർത്തിപ്പോവുകയും ചെയ്യും. അപ്പോൾ ബലമായി ഒരിക്കലും അമർത്തരുത്. ഈ 40 നിമിഷത്തേക്ക് കൈകൾക്ക് ഭാരമില്ലെന്നും അവ തൊടുക മാത്രം ചെയ്യുന്നു എന്നുമുള്ള ബോധം നിലനിർത്തുക എന്നുള്ളതാണ് ഈ ധ്യാനത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഒരു കാര്യം. നിങ്ങൾ അമർത്തുകയല്ല, തൊടുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന ബോധം നിലനിർത്തുക. ഇത് ശ്വാസോച്ഛ്വാസം പോലെ ആണ്, അഗാധമായ ഒരു അവബോധമായി പരിണമിക്കും. പൂർണ്ണ ബോധ്യത്തോടുകൂടി ശ്വാസോച്ഛ്വാസം ചെയ്യാൻ ബുദ്ധൻ ഉപദേശിച്ചതുപോലെ സ്പർശിക്കുമ്പോഴും അത് തന്നെ സംഭവിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ശ്വസനം ചെയ്യുന്നത് പോലെ തന്നെ സ്പർശനം ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധൻ ഉപദേശിച്ച ഒരു മാർഗമായിരുന്നു ഇത്. അമർത്തുകയല്ല വേണ്ടതെന്ന് നിരന്തരമായ ഒരു ബോധം ആവശ്യമാണ് താനും. കൈ ഒരു തൂവൽ പോലെ ഭാരമില്ലാത്ത ഒരു വസ്തുവായി വെറുതെ തൊടുക മാത്രം ചെയ്യുക. നിങ്ങളുടെ മനസ്സ് ആ സമയത്ത് വളരെ ശാന്തമാവുകയും കണ്ണുകൾക്ക് സമീപം അവിടെ ഉണ്ടായിരുന്ന ആ ഊർജം
നിരന്തരമായി പ്രവഹിച്ചുകൊണ്ടിരിക്കുകയും അതൊരു പ്രവാഹമായി മാറുകയും ആദ്യം ഒരു തുള്ളികളായി ഹൃദയത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ആ ഊർജ പ്രവാഹങ്ങൾ മെല്ലെ മെല്ലെ അത് കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ അത് നിങ്ങൾ ആ ചെയ്യുന്ന പ്രക്രിയ ഒരു തുള്ളികൾ ഒരു അരുവിയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. നദീ സാദൃശ്യമായിട്ടുള്ള ഒരു ഒഴുക്ക്, ഊർജത്തിൻ്റെ ഒഴുക്ക് ആ സമയം മുതൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങും. പിന്നീട് അതൊരു കടലായി ആർത്തിരമ്പാനും ഒരു പ്രളയം തന്നെയായി തീരാനും സാധിക്കും എന്നുള്ളതാണ്. അത്രമാത്രം ശക്തി നിങ്ങൾ ഈ കൈകൾ സ്പർശിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് മൂന്നാങ്കണ്ണ് തുറന്ന് ഒഴുകി വരാൻ തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് കണ്ണുകൾക്കും നടുവിലെ ഈ ഭാരക്കുറവ് ഹൃദയത്തിലേക്ക് തുള്ളിയായി പെയ്തിറങ്ങുമ്പോൾ അതിനെ സ്വീകരിക്കാനായി ഹൃദയ കവാടം തുറക്കപ്പെടുകയും അവിടെ പ്രപഞ്ചമാകെ വ്യാപരിക്കുകയും ചെയ്യുന്നു. പെയ്തിറങ്ങുന്ന ഊർജം ഒരരുവിയായും പിന്നീടൊരു പുഴയായും തുടർന്നൊരു പ്രളയമായും മാറുമ്പോൾ നിങ്ങൾ പ്രപഞ്ചം നിലനിൽക്കുന്നില്ല ആ ഒരവസ്ഥയിലേക്ക്, പ്രപഞ്ചമായി നിലനിൽക്കുന്ന എന്ന ബോധത്തിലേക്ക് മാത്രമേ നിങ്ങളിലുണ്ടാകും. അപ്പോൾ ശ്വസിക്കുമ്പോഴും ഉച്ഛ്വസിക്കുമ്പോഴും താൻ പ്രപഞ്ചം തന്നെയായി മാറി എന്ന് നിങ്ങൾക്ക് തോന്നിത്തുടങ്ങും. പ്രപഞ്ചം അകത്തു കിടക്കുകയും പുറത്തു പോവുകയും ചെയ്യുന്നു. ഇതുവരെ നിങ്ങൾ എന്തായിരുന്നുവോ ആ വസ്തുത, അത് അഹം എന്ന് പറയുന്ന ഈഗോ, അവിടെ പിന്നീട് ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ ഹൃദയ കവാടം തുറന്ന് തോൽ സ്പർശത്തിലൂടെ, കൈകൾ തോൽ സ്പർശത്തിലൂടെ മൂന്നാം കണ്ണിലേക്ക്, പിന്നെ രണ്ട് കണ്ണുകളും ഊർജം പിൻവാങ്ങി മൂന്നാം കണ്ണ് തുറന്ന് ഹൃദയത്തിലേക്ക് ഊർജ പ്രവാഹം സംഭവിക്കുമ്പോൾ നിങ്ങൾ ആ തുള്ളികൾ മെല്ലെ നദികളായിട്ട് മാറുകയും ഒരു പ്രവാഹം തന്നെയായി മാറുകയും പിന്നെ അതൊരു പ്രപഞ്ചം ബോധം ആയി നിങ്ങൾക്കത് പരിലസിക്കുകയും പര്യവസാനിക്കുകയും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ദുരാഭിമാന ബോധം, ഈഗോ, അത് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ഒരവസ്ഥ കുറേ ദിവസങ്ങൾക്കകം നിങ്ങളിൽ സംജാതമാക്കാൻ സാധിക്കും. അതുപോലെ റേക്കിയുടെ ശക്തി 10 മടങ്ങ് ആ സമയം വർദ്ധിച്ച് പ്രവർത്തിക്കുന്നതും ആകുന്നു. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക, അതിൻ്റെ ഫലശ്രുതി ഉണ്ടാക്കിയെടുക്കുക. താങ്ക്സ് ഫോർ വാച്ച്. വിത്ത് ലവ്, ലൈറ്റ് ഓഫ് റേക്കി.